എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ആനിവേഴ്സറി തീം കേക്കിൻ്റെ ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫ്ലേവറായിട്ട് കസ്റ്റമർ തന്നിരിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ്. സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യം 7 ഇഞ്ച് കേക്ക് ടിന്നിൽ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്തു. അത് 5 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്തു. കാരമൽ സിറപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്തു. കൂടെ കോഫി പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചു. ചോക്ലേറ്റ് കേക്കിൻ്റെ ഓരോ ബേസ് വെച്ചതിന് ശേഷം കോഫി സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്തിട്ടെടുത്തു, ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലേക്ക് ക്രീം ചേർത്ത് കൊടുത്തു. കാരമൽ സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പ്രാലൈൻ ഉണ്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ചു. അങ്ങനെ ലെയേഴ്സ് തീരുന്നവരെ ചെയ്തിട്ട് കേക്കിനെ ഫുള്ള് കവർ ചെയ്തു. കേക്കിൻ്റെ ക്രം കോട്ടിങ് സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ക്രീമിൻ്റെ വെച്ചിട്ടാണ് ചെയ്തത്. ഔട്ടറായിട്ട് പ്യുവർ വൈറ്റ് ക്രീമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പ്യുവർ വൈറ്റ് ക്രീമിലാണ് എൻ്റെ കേക്കിൻ്റെ ഡിസൈൻ ഞാനിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു വാലൻറ്റൈൻ തീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റിൽ റെഡ് വെക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ, കുറച്ചൊരു ബ്രൈറ്റായിട്ട് തോന്നും കേക്ക്. ഇതെനിക്ക് പെട്ടെന്ന് കിട്ടിയ ഓർഡറായിരുന്നു. ഒരു 11 മണിക്കാണ് വിളിച്ചു പറഞ്ഞത്. ഈവനിങ്ങിലേക്കായിരുന്നു കേക്ക് വേണ്ടത്. അപ്പോൾ അധികം റെസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് ടൈമില്ലായിരുന്നു. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്തതോടെ ഒരു അരമണിക്കൂർ ഫോണ്ടൻ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ആ സമയം മാത്രമേ ഫ്രിഡ്ജിൽ എനിക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നിട്ട് ഫോട്ടോ പ്രിൻ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വാലൻറ്റൈൻ്റെ അത് ഗൂഗിൾ ഇമേജിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വെച്ചതാണ്. അത് വെച്ചു കൊടുത്തു. ഒരു ഗേൾ ആൻഡ് ബോയിൻ്റെ ഫ്രണ്ട് പിക്ചർ അത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കുറേ റെഡ് ഫോണ്ടനിൽ കുറേ ഹാർട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കേക്കിന് ചുറ്റും ബോർഡറായിട്ട് ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള ഹാർട്ട് റെഡ് ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തു. കേക്ക് സെറ്റ് ചെയ്യാതെ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ആയതുകൊണ്ട് നമുക്കിങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ അത് ചെറിയൊരു ഫിനിഷിംഗ് ഇല്ലാതെ വരും. മിക്കവാറും എല്ലാവരും ചെയ്യേണ്ടത് ഒരു മിനിമം 6 hours ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കസ്റ്റമർ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. മുൻകൂട്ടി കസ്റ്റമറിനോട് പറഞ്ഞാലും അവർ അവസാന നിമിഷമായിരിക്കും ചിലപ്പം കേക്കിനെ കുറിച്ച് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ വിളിച്ചു പറയുമ്പോൾ നമുക്കെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു പണി, അതും ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ്. ഇത്തരം കേസിൽ ഫോണ്ടൻ്റ് കേക്കിൽ നിന്ന് സ്ലിപ്പാവുമോ എന്നുള്ള ഒരു ധൈര്യക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഫോണ്ടൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ അതിലേക്ക് വെച്ച് കൊടുത്താൽ അത് സേഫായിട്ട് അവിടെ നിന്നോളും. ബോർഡറിൽ വെച്ചതിന് ശേഷം ഫോട്ടോ പ്രിൻറ്റിൻ്റെ മുകളിലായിട്ട് 2 ചെറിയ ഹാർട്ടും വെച്ച് കൊടുത്തു. ടോപ്പറായിട്ട് കുറച്ച് വലിയ ഹാർട്ട് ഉണ്ടാക്കിയിട്ട് ടൂത്ത് പിക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ചു. ടോപ്പറായിട്ട് പെട്ടെന്ന് അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ടൈലോസ് പൗഡർ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ഹാപ്പി ആനിവേഴ്സറി ടോപ്പറും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേക്ക് ഇമേജ് സാധാരണ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു റെഡും വൈറ്റും കോമ്പിനേഷനിൽ ഹാർട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക് സാധാരണ നമ്മൾ ഗൂഗിളിലും എല്ലായിടത്തും ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.